പറയാനുള്ളത് പബ്ജിയുടെ കഥ. ഒരു നേരത്തെ ഭക്ഷണത്തിനു വകയില്ലാതെ അയർലൻഡിന്റെ തെരുവോരങ്ങളിൽ പാവപ്പെട്ടവർക്കും വൃദ്ധന്മാർക്കും രോഗികൾക്കും സൗജന്യമായി കൊടുത്തിരുന്ന പൊതിച്ചോറുകൾ കൊണ്ട് വിശപ്പടക്കി ജീവിതത്തിന്റെ തകർന്നു തരിപ്പണമായ നിമിഷത്തിൽ സ്വന്തം ഭാര്യ പോലും ഉപേക്ഷിച്ചുപോയി ആത്മഹത്യാ മുനമ്പിൽ നിന്നും ജീവിത വിജയത്തിന്റെ പടവുകളിലേക്ക് നടന്നു കയറിയ ആ അത്ഭുത മനുഷ്യന്റെ കഥ. അതെ, ഇന്ന് 1000 കോടിയോളം US$ ആസ്തിയിലേക്ക് ഉയർന്ന ബ്രണ്ടൻ ഗ്രീൻ എന്ന ആ വിചിത്ര മനുഷ്യന്റെ കഥ. ജീവിതത്തിൽ തോറ്റുപോയെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കേട്ടിരിക്കേണ്ട കഥ. എവറി മോർണിംഗ് ഈസ് എ ന്യൂ ബിഗിനിങ്. എല്ലാ പുലരികളും ഓരോ പുതിയ തുടക്കങ്ങളാണെന്ന് നിങ്ങളെ വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്ന അതിവിചിത്രമായ കഥ. അതെ, ദ ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് പ്ലെയേഴ്സ് അൺലോൺ ബാറ്റിൽ ഗ്രൗണ്ട്. പബ്ജി എന്ന ഗെയിമിന് പിന്നിലെ അതിസാഹസികമായ വിചിത്രമായ കഥയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇറ്റ് ഇസ് മീ. വെൽക്കം ബാക്ക് അഗൈൻ ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. 1976 അയർലൻഡിന്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ബ്രണ്ടൻ ഗ്രീനിന്റെ കുടുംബത്തെ വിധിയുടെ കറുത്ത കരങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ക്രമേണ ആ കുടുംബം ദാരിദ്ര്യത്തിന്റെ വക്കിലേക്ക് മൂക്കുകുത്തി. ആരോടും സംസാരിക്കാതെ, ആരോടും കൂട്ടുകൂടാതെ അന്തർമുഖനായി ജീവിതം തള്ളി നീക്കുകയായിരുന്നു ബ്രണ്ടൻ ഗ്രീൻ എന്ന ആ കൊച്ചുബാലൻ. കൂട്ടുകാരും കുടുംബക്കാരും ഇല്ലാത്ത ബ്രണ്ടൻ ഗ്രീനിന് ഫോട്ടോഗ്രഫിയോട് പ്രണയമായിരുന്നു. സ്കൂൾ കാലയളവ് കഴിഞ്ഞ് ബ്രണ്ടൻ ഗ്രീൻ കോളേജിലേക്ക് മാറി. ആ കാലയളവിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുമായി ബ്രണ്ടൻ ഗ്രീൻ പ്രണയത്തിലായി. അവഗണനയുടെ ശരങ്ങൾ മാത്രമേറ്റ് കഴിഞ്ഞ ബ്രണ്ടൻ ഗ്രീനിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പ്രണയസമ്മതം സന്തോഷത്തിന്റെ പുതുനാമ്പുകൾ കത്തിച്ചു. ഒടുവിൽ ഇരുവരും വിവാഹിതരായി. അവർ അയർലൻഡിൽ നിന്നും ബ്രസീലിലേക്ക് താമസം മാറി. അവിടെ ഒരു ഫോട്ടോഗ്രാഫി കമ്പനിയിൽ ജോലി ചെയ്ത് ബ്രണ്ടൻ ഗ്രീനിന്റെ ജീവിതം അല്ലലും അലട്ടലുമില്ലാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ബ്രണ്ടൻ ഗ്രീനിന്റെ ജീവിതത്തിൽ ബ്രണ്ടൻ ഗ്രീൻ ഒഴിവാക്കാൻ പറ്റാത്ത 2 വലിയ ശീലങ്ങളുണ്ടായിരുന്നു. ബ്രണ്ടൻ ഗ്രീൻ ഒരു സിനിമ പ്രാന്തനായിരുന്നു. ഏത് സമയവും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രണ്ടൻ ഗ്രീനിന്റെ ഇഷ്ടവിനോദമായിരുന്നു. രണ്ടാമതായിട്ട് ബ്രണ്ടൻ ഗ്രീൻ ഒരു ഗെയിം അഡിക്റ്റഡ് ആയിരുന്നു. ഏതു സമയവും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രണ്ടൻ ഗ്രീനിന്റെ രണ്ടാമത്തെ ശീലം. ഈ 2 ശീലങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കിയ ബ്രണ്ടൻ ഗ്രീനിന്റെ ജീവിതശൈലിയെ അദ്ദേഹത്തിന്റെ ഭാര്യ വെറുത്തു തുടങ്ങി. കലഹങ്ങൾക്കൊടുവിൽ ഇരുവരും വേർപിരിഞ്ഞു. ഗ്രീനിന്റെ ജീവിതത്തിലെ വഴിവിളക്കുകൾ ഒന്നൊന്നായി കെടാൻ തുടങ്ങി. സങ്കടങ്ങളും ഡിപ്രഷനും കാരണം ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത ബ്രണ്ടൻ ഗ്രീനിനെ ഫോട്ടോഗ്രാഫി കമ്പനി പിരിച്ചുവിട്ടു. സങ്കടങ്ങൾക്കും നഷ്ടങ്ങൾക്കും ടെൻഷനുകൾക്കും ഒടുവിൽ ബ്രണ്ടൻ ഗ്രീൻ ബ്രസീൽ വിട്ട് സ്വന്തം അയർലൻഡിലേക്ക് യാത്രയായി. അവിടെ പാവപ്പെട്ടവർക്കും രോഗികൾക്കും വൃദ്ധന്മാർക്കും കൊടുത്തിരുന്ന സൗജന്യ പൊതിച്ചോറുകൾ കൊണ്ട് ബ്രണ്ടൻ ഗ്രീനിന്റെ ജീവിതത്തിലെ വിശപ്പടക്കി. അങ്ങനെ ഇരിക്കെയാണ് ജീവിതത്തിൽ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന ബോധ്യത്തോടെ ബ്രണ്ടൻ ഗ്രീൻ ആലോചിച്ചത്, എനിക്കാകെ അറിയുന്നത് ഗെയിം കളിക്കാനും സിനിമ കാണാനുമാണ്. എനിക്ക് കളിക്കാനായി സ്വന്തമായൊരു ഗെയിം നിർമ്മിച്ചാൽ എന്താണ് കുഴപ്പമെന്ന്. ഈ ചിന്ത ഗ്രീന് പോലും അറിയാതെ ഗ്രീനിന്റെ ജീവിതത്തിലെ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിക്കുകയായിരുന്നു. കഷ്ടപ്പാടുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് ബ്രണ്ടൻ ഗ്രീൻ കോഡിംഗ് പഠിച്ചു. പുതിയ ഗെയിമുകൾ നിർമ്മിക്കാൻ തുടങ്ങി. അവ സൗജന്യമായി ഇന്റർനെറ്റുകളിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്രതീക്ഷിതമായി ബ്രണ്ടൻ ഗ്രീനിന്റെ ഗെയിമുകൾ ആളുകൾ ഏറ്റെടുത്തു. മില്യൺ കണക്കിന് ഡൗൺലോഡ്സുകൾ വന്നു തുടങ്ങി. പലരും അനുകൂലമായ പല കമന്റ്സുകളും രേഖപ്പെടുത്തി. ഒരിക്കൽ ബ്രണ്ടൻ ഗ്രീനെ തേടി സോണി എന്ന കമ്പനിയിൽ നിന്നും ഒരു സന്ദേശമെത്തി. അതെ, സോണി എന്ന കമ്പനിക്ക് തന്റെ ഐഡിയകൾ വിൽക്കുമോ എന്നുള്ള ഒരു കരാറിന് വേണ്ടിയായിരുന്നു ആ സന്ദേശം. അതെ, തങ്ങളുടെ കമ്പനികൾക്ക് നിന്റെ ഐഡിയകൾ വിൽക്കുമോ എന്ന് ചോദിച്ചായിരുന്നു സോണി കമ്പനിയുടെ ആ സന്ദേശം. ബ്രണ്ടൻ ഗ്രീനിന്റെ മനസ്സിലുദിച്ച ഒരു കൂട്ടം ഐഡിയകൾ പങ്കുവച്ച് ഗ്രീൻ ആ കമ്പനിയുമായി കരാറിലെത്തി. പക്ഷേ തുച്ഛമായ ശമ്പളം കൊടുത്ത് അവർ ബ്രണ്ടൻ ഗ്രീനിന്റെ ഐഡിയകളെ മോഷ്ടിക്കുകയായിരുന്നു. വൈകി തിരിച്ചറിഞ്ഞ ഈ കാര്യം ബ്രണ്ടൻ ഗ്രീനിന്റെ പ്രതീക്ഷകളുടെ ചിറകുകളെ വീണ്ടും തളർത്തി. ഗ്രീനിന്റെ ജീവിതം വീണ്ടും ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ദിവസങ്ങൾക്കൊടുവിൽ ബ്രണ്ടൻ ഗ്രീനെ തേടി വീണ്ടും ഒരു സന്ദേശമെത്തി. അതെ, ഇറ്റ് ഈസ് മീ കിം ഫ്രം സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിൽ നിന്നുള്ള കിം എന്നു പേരുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിരുന്നു അത്. നീണ്ട സംഭാഷണങ്ങൾക്കൊടുവിൽ ഇരുവരും ഒരു ധാരണയിലെത്തി. അതെ, നമുക്ക് 2 പേർക്കും കൂടി ഒരു വലിയ ഗെയിം നിർമ്മിക്കാം. നമ്മുടെ 2 പേരുടെയും ആശയങ്ങൾ എപ്പോൾ ഒന്നിൽ ചെന്നു തട്ടുന്നുവോ അവിടെ നിന്നാണ് നമ്മളുടെ ഗെയിം പുനർജനിക്കുന്നത്. അങ്ങനെ അതിനായി ഗ്രീൻ അയർലൻഡിൽ നിന്നും സൗത്ത് കൊറിയയിലേക്ക് യാത്രയായി. അവിടെ നിന്നും അവർ തീരുമാനിച്ചു, ലോകത്താർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു ഇൻക്രെഡിബിൾ ഗെയിം ആയിരിക്കണം നമ്മളുടേത്. മാത്രമല്ല 1 വർഷം കൊണ്ട് ഈ ഗെയിം പുറത്തിറങ്ങണം. 35 സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സുമായി ഗ്രീൻ തന്റെ പണി ആരംഭിച്ചു. തന്റെ ഡെവലപ്പേഴ്സിനോട് ഗ്രീൻ പറഞ്ഞു തുടങ്ങി, ഇത് എൻ്റെ മാത്രം ഗെയിമല്ല, നമ്മളിൽ ഓരോരുത്തരുടെയും ഗെയിമാണ്. മോട്ടിവേഷനുകളിലൂടെയും പോസിറ്റീവ് ടോക്കുകളിലൂടെയും ഗ്രീൻ അവരെ കൂടുതൽ ഊർജ്ജസ്വലരാക്കി. പരിശ്രമങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഒടുവിൽ 1 വർഷം കൊണ്ട് പബ്ജി എന്ന ഗെയിം ലോകത്തിലേക്ക് ഇറങ്ങി.
അതെ, ദിവസങ്ങൾ കൊണ്ട് മില്യൺ കണക്കിന് ഡൗൺലോഡ്സുകൾ വന്നു തുടങ്ങി. പബ്ജിയുടെ ആദ്യ പ്ലെയർ ബ്രണ്ടൻ ഗ്രീൻ തന്നെ ആയിരുന്നു. ഇന്ന് ലോകത്ത് 1000 കോടിയോളം US ആസ്തിയുള്ളവനായി ബ്രണ്ടൻ ഗ്രീൻ വളർന്നത് ജീവിതത്തിൻ്റെ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവഗണനകളും നിറഞ്ഞ നിമിഷങ്ങളിലൂടെയായിരുന്നു. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ വിചിത്രമായ സന്തോഷദായകമായ ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, പരിശ്രമിക്കുക. വിജയം നിങ്ങളെ തേടി ഒരിക്കൽ നിങ്ങൾക്കരികിലെത്തും. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ്ലി യു ഹാവ് ടു ബ്ലോ ലൈക്ക് എ സൺ. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കാൻ നിങ്ങൾ തയ്യാറാവണം. എനിവേ, ലെറ്റ്സ് മീറ്റ് ലേറ്റർ വിത്ത് വിഷിംഗ് ഗുഡ്നസ് ആൻഡ് ഫോർച്യൂണേറ്റ്സ് മീ, മധുരക്കരം ബ്ലോഗ്, സൈനിങ് ഔട്ട്.